നമസ്കാരം. പണ്ട് കാശി അഥവാ വാരണാസിക്ക് പോയിരുന്നത് വൃദ്ധജനങ്ങളായിരുന്നു ഭൂരിഭാഗവും. മിക്കവരും മോക്ഷം തേടിയും ആത്മീയതയിൽ ആകർഷരായും ഒക്കെയാണ് കാശിക്ക് പോയിരുന്നത്. പക്ഷെ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. ഇന്ന് വാരണാസിയിലേക്ക് ഏറ്റവും അധികം യാത്ര നടത്തുന്ന യുവതലമുറ തന്നെയാണ്. അങ്ങനെ യുവതലമുറയുടെ ഒരു വലിയ ബാഹുല്യം ഇപ്പോൾ വാരണാസിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്ന് ഗംഗാ ആരതി തന്നെയാണ്. ഈ ഗംഗാ ആരതി ദർശിക്കുന്നതിന് വേണ്ടി പണ്ട് കാലത്ത് ഇന്ന് കാണുന്ന അത്ര ജനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ നമ്മൾ ചിത്രങ്ങൾ കാണാറുണ്ട്. ചിലരൊക്കെ നേരിട്ട് പോയിട്ടും ഉണ്ടാവാം. അവിടെ വലിയ ഒരു ആൾക്കൂട്ടം തന്നെയുണ്ട് ഈ ഗംഗാ ആരതി എന്ന ചടങ്ങ് ദർശിക്കുന്നതിന് വേണ്ടി. ആ ഒരു ഗംഗാ ആരതി അല്ലെങ്കിൽ വാരണാസിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം ഇത് തന്നെയാണ് അയോധ്യയിലും ഇനി ഉണ്ടാകാൻ പോകുന്നത്. നമുക്കറിയാം, അവിടെ രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു. അവിടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ ഏതാനും നിമിഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാവുകയും ചെയ്യും. ഇവിടെ ശ്രീരാമനെ ദർശിക്കുന്നതിന് വേണ്ടി മാത്രമല്ല ജനങ്ങൾ എത്തുന്നത്, മറിച്ച് അയോധ്യ എന്നുള്ള ആ ക്ഷേത്ര നഗരത്തെ അനുഭവിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. പലപ്പോഴും വിമർശകർ പറയാറുണ്ട് യുവതലമുറയ്ക്ക് ആത്മീയതയിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ആകൃഷ്ടരല്ല എന്ന്. പക്ഷെ അത് തീർത്തും തെറ്റാണ്. യുവതലമുറ തന്നെയായിരിക്കും വാരണാസിയിലേക്ക് എന്ന പോലെ ഇനി അയോധ്യയുടെ മണ്ണിലേക്ക് ഒഴുകിയെത്താൻ പോകുന്നത്. അതിലവരെ ഏറ്റവും അധികം ആകർഷിക്കാൻ പോകുന്ന ഒരു ഘടകം സരയു ആരതി തന്നെയായിരിക്കും. ഈ സരയു ആരതി നടക്കുന്ന ഇടത്ത് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് നിലവിൽ ശുചീകരണ തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണോ ഗംഗാ നദിയെ സംരക്ഷിച്ചത് അതുപോലെ തന്നെ സരയു നദിയെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. രാത്രിയിൽ പല വർണ്ണങ്ങളിലുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും മറ്റും അവിടെ നടക്കുന്നുണ്ട്. ഫൗണ്ടനുകളും മറ്റും നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെ ആ നദിയെ ആകർഷകമാക്കാമോ അങ്ങനെയൊക്കെ ആകർഷകമാക്കുന്നുണ്ട്. അതിനൊപ്പമാണ് ഗംഗാ ആരതിയുടെ അതേ അനുഭവം തരുന്ന സരയു ആരതി കൂടി അവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ സരയു ആരതി കണ്ട ശേഷം അവിടെ എത്തുന്നവർക്ക് അയോധ്യയുടെ വർണ്ണഭംഗി ആസ്വദിക്കാനും രാമകഥയുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ അനുഭവിക്കാനുമുള്ള അവസരങ്ങളും അയോധ്യയിൽ ഉടനീളമുണ്ട്. അങ്ങനെ ഒരു സമഗ്ര മാറ്റത്തിന് തന്നെയാണ് അയോധ്യ ഇന്ന് വെടി തുറക്കുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള പുതിയ വികസന പദ്ധതികളും മറ്റും ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം വലുതായിരിക്കും. പലപ്പോഴും BJP എന്ന പാർട്ടി നേരിട്ടിട്ടുള്ള വലിയ ഒരു ആക്ഷേപമായിരുന്നു അവർ ഹിന്ദുത്വം മാത്രമാണ് പറയുന്നത്, അവർ ഹിന്ദുക്കളുടെ മാത്രം പാർട്ടിയാണ് എന്ന്. പക്ഷെ BJPക്ക് തന്നെ അറിയാം, ഇനി ഹിന്ദുത്വം പറഞ്ഞ് മാത്രമല്ല വോട്ട് നേടേണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ഹിന്ദുത്വം മാത്രം പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് നിലനിൽക്കാനാവില്ല എന്ന ബോധ്യം മറ്റാരേക്കാളും അധികമുള്ളത് BJPക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ഗംഗാ നദി പണ്ട് ഏറെ മലിനമായ ഒരു നദിയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഗംഗയിലേക്ക് നമുക്ക് സധൈര്യം ഇറങ്ങാം. അതിനോടൊപ്പം തന്നെ അവിടെ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും സംരക്ഷിക്കപ്പെടുന്ന ഒരു ജീവി വിഭാഗമാണ് ഗംഗാ ഡോൾഫിനുകൾ എന്നറിയപ്പെടുന്നത്. ഗംഗാ ഡോൾഫിനുകളും മറ്റും വലിയ രീതിയിലുള്ള ഭീഷണി നേരിട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഗംഗാ നദി വൃത്തിയായതോടുകൂടി, അല്ലെങ്കിൽ അതിനെ പരിപാലിക്കാൻ തുടങ്ങിയതോടുകൂടി ഗംഗാ ഡോൾഫിനുകളുടെ എണ്ണത്തിലും കാര്യമായ വർധന ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെയായിരിക്കും സരയു നദിക്കും സംഭവിക്കാൻ പോകുന്നത്. സരയു നദി സംരക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ അത് മലിനമാകാതെ നോക്കുന്നതിനുമൊക്കെയുള്ള എല്ലാ മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും BJPയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അവിടുത്തെ ഭരണകൂടം തന്നെ ഇതിന് വലിയ ശ്രദ്ധ നൽകുന്നുമുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ വികസനം അത് പ്രകൃതിയും പൈതൃകവും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യയിൽ പ്രകൃതി ഭംഗിയാണ് ഒന്നാമതായി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതെങ്കിൽ രണ്ടാമതായി അത് ആത്മീയത തന്നെയാണ്. അങ്ങനെ ആത്മീയതയിലൂടെ ഹിന്ദുക്കളെ മാത്രം സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമല്ല BJPക്കുള്ളത്, മറിച്ച് ആത്മീയതയെ അറിയാനും അനുഭവിക്കാനുമായി നിരവധി ആളുകളെ രാജ്യത്തേക്ക് ആകർഷിക്കുക എന്ന ഒരു തന്ത്രം കൂടിയുണ്ട്. ഇതും ഒരു ടൂറിസം തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുഖം കൂടി ഇതിനുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. അങ്ങനെ BJP ഒരു ഹിന്ദുത്വ പാർട്ടി അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ മാത്രം പാർട്ടിയല്ല, മറിച്ച് പ്രകൃതിയെ പരിഗണിക്കുന്ന അല്ലെങ്കിൽ അതിലൂന്നിക്കൊണ്ട് വികസന പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഗംഗാ ആരതിക്ക് സമാനമായി ഇപ്പോൾ സരയുവിൽ നടക്കുന്ന ആരതി ആഘോഷങ്ങൾ.